ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്ക് ഐറ്റമാണ്. ഇത് നമ്മൾ ബ്രെഡ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ബ്രെഡും മുട്ടയുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ ഇത് ഉണ്ടാക്കാൻ പറ്റും. ചായ തിളയ്ക്കുമ്പോഴേക്കും നമ്മളുടെ സ്നാക്കും റെഡിയായിരിക്കും. ബ്രെഡ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ വേറെയും ഒരുപാട് സ്നാക്ക് ഐറ്റംസ് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ എല്ലാം ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ അത് ക്ലിക്ക് ചെയ്ത് കണ്ടാൽ മതി. നമ്മളിതിനകത്ത് ഒരു ഫില്ലിങ്ങും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. മുട്ട വെച്ചിട്ട് വെറൈറ്റി ആയിട്ടുള്ളൊരു ഫില്ലിംഗ് ആണ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഈസി ആയിട്ട് തയ്യാറാക്കുന്നത് എന്നുള്ളത്. അതിനായിട്ട് ഞാനിവിടെ 6 മുട്ട പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇത് തിളച്ച് വരുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് വേണ്ട ഉള്ളിയും മറ്റുള്ള ചേരുവകളും നമുക്ക് അരിഞ്ഞെടുക്കാം. സവാള പൊടിയായിട്ട് അരിഞ്ഞത് 1/2 കപ്പ്, മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞത് 1/2 കപ്പ്, പിന്നെ ഇഞ്ചി അരിഞ്ഞത് 1 ടീസ്പൂൺ, പച്ചമുളക് അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ. ഈ സമയമാകുമ്പോഴത്തേക്കും മുട്ട തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഓഫ് ചെയ്തിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് ചൂടാറാനായിട്ട് വെക്കാം. ഇനി വേണ്ടത് ബ്രെഡാണ്. ബ്രെഡ് ഞാനിവിടെ സൈഡെല്ലാം കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 12 സ്ലൈസ് ബ്രെഡ് എടുക്കാം. എല്ലാത്തിൻ്റെയും സൈഡ് കട്ട് ചെയ്തതിന് ശേഷം അത് കളയേണ്ട ആവശ്യമില്ല. അത് നമുക്ക് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാൻ എടുക്കുകയാണ്. നമ്മൾ ഇതിനകത്ത് ലാസ്റ്റ് ബ്രെഡ് ക്രംസ് മുക്കുന്നുണ്ട്. അപ്പം ഇതേ ബ്രെഡ് ക്രംസ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. എല്ലാത്തിൻ്റെയും സൈഡ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ മിക്സിയുടെ വലിയ ജാറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഞാനിവിടെ വൈറ്റ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇതിന് പകരം ബ്രൗൺ ബ്രെഡ് എടുത്താലും കുഴപ്പമൊന്നുമില്ല. അതായിരിക്കും കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ടുള്ളത്. ഇപ്പോൾ ഇതെല്ലാം ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇപ്പം അതിൻ്റെ അരിക് മാത്രം പൊടിച്ചെടുത്തതാണിത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നടുഭാഗം കൂടെ പൊടിച്ചെടുക്കാം. എന്നിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. അതും ബ്രെഡ് ക്രംസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. നമ്മൾ പൊടിച്ചെടുത്ത ബ്രെഡ് എല്ലാം കൂടെ ഇതേപോലത്തെ വലിയൊരു പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഇളക്കിയെടുക്കാം. നന്നായിട്ടിത് ഫ്രൈ ആയിട്ട് വരും. ഒരുപാട് കരിഞ്ഞു പോകരുത്. ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വരും. ആ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് കാണുമ്പോൾ കുറച്ചൊരു നനവുള്ള പോലെയാണ് ഇരിക്കുന്നത്. ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും വെള്ളമയൊക്കെ പോയിട്ട് തരികളൊന്നും തീരെ ഒട്ടാത്ത രീതിയിൽ വരും. അത്രയും നേരം നമ്മൾക്കിത് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ നനവെല്ലാം കുറച്ചും കൂടെ പോയിട്ടുണ്ട്. തരികളൊക്കെ കുറേശ്ശെ ഒട്ടാത്ത രീതിയിലാണ് വരുന്നത്. ഒന്നും കൂടെ ഇത് ഫ്രൈ ആയിട്ട് വരാനുണ്ട്. ഇങ്ങനെ ചെയ്തു വെക്കുകയാണെങ്കിൽ നമ്മളുടെ ബ്രെഡ് ക്രംസ് കുറേ നാൾ കേടുകൂടാതിരിക്കും. ഇപ്പോൾ ഇതിവിടെ കറക്റ്റ് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇത് നന്നായിട്ട് ചൂടാറി വരണം. ചൂടാറി കഴിയുമ്പോൾ വെള്ളമയം തീരെ ഇല്ലാത്ത നല്ലൊരു ബോട്ടിലാക്കിയിട്ട് വെക്കാം. കുറച്ച് ദിവസത്തേക്കാണെങ്കിൽ ബോട്ടിൽ പുറത്ത് വെക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ബോട്ടിൽ നേരെ ഫ്രിഡ്ജിനകത്തേക്ക് എടുത്ത് വെക്കാം. ഇനി ബ്രെഡ് ക്രംസ് കുറച്ച് സ്പൈസി ആക്കണം എന്നുള്ളവരാണെങ്കിൽ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടി ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഞാനിപ്പം ഇവിടെ കുരുമുളക് പൊടിയൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. നമ്മൾ നേരത്തെ മുട്ട പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു. അതെല്ലാം തോട് കളഞ്ഞതിന് ശേഷം ഞാനിവിടെ ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ യെല്ലോ ഭാഗമെല്ലാം കൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ഉള്ളിയും മറ്റുള്ള ചേരുവകളും ചേർത്ത് കൊടുക്കാം. ഉള്ളി പൊടിയായിട്ട് അരിഞ്ഞത് 1/2 കപ്പ്, പിന്നെ ഇട്ട് കൊടുക്കുന്നത് പച്ചമുളക് 1 ടേബിൾ സ്പൂൺ, അതും പൊടിയായിട്ട് അരിഞ്ഞതാണ്. ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് 1 ടീസ്പൂൺ. ലാസ്റ്റ് ഇട്ട് കൊടുക്കുന്നത് മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞത് 1/2 കപ്പ്. ഇനി വേണ്ടത് കുരുമുളക് പൊടിയാണ്. 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ മിക്സ് ചെയ്തെടുക്കാം. ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാനിതിവിടെ എല്ലാം കൂടെ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ച മുട്ടയുടെ വെള്ളക്കകത്തേക്ക് വെച്ച് ഫില്ല് ചെയ്യാം. നമ്മളിതിനകത്ത് ഉള്ളിയും മല്ലിയിലയും ബാക്കി ചേരുവകളൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ ഫില്ലിങ് കുറച്ച് കൂടുതലുണ്ടായിരിക്കും. എല്ലാം വെച്ച് കൊടുത്ത് ഫില്ലിങ്ങിന് ബാക്കി ഉണ്ടെങ്കിൽ ഈ ഫില്ലിങ് തന്നെയായിട്ട് നമുക്ക് ബ്രെഡിനകത്തേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ എല്ലാ മുട്ടയിലും ഞാൻ ഫില്ലിങ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി വേറൊരു പാത്രം എടുത്തതിന് ശേഷം അതിനകത്തേക്ക് 1 കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഫുൾ ക്രീം മിൽക്കാണ് എടുത്തിട്ടുള്ളത്. അതിനകത്തേക്ക് 1 ടീസ്പൂൺ ചതച്ച മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് ഉപ്പാണ്. 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ എടുത്തു വെച്ച എല്ലാ ചേരുവകളും കൂടെ ഒരുമിച്ച് വയ്ക്കാം. അതായത് ബ്രെഡ്, പാല്, പിന്നെ മുട്ട ഫില്ല് ചെയ്ത് വെച്ചത്, ബ്രെഡ് ക്രംസ്, ഇത്രയും സാധനങ്ങൾ എടുത്തു വയ്ക്കാം. അതിനുശേഷം നമ്മൾക്കിനി ഇതുണ്ടാക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഒരു ബ്രെഡ് എടുത്ത് പാലിൽ ഇതേപോലെ മുക്കി കൊടുക്കുക. ഒരുപാട് നേരം മുക്കി വെക്കരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അധികമുള്ള പാല് ഇതേപോലെ പ്രസ് ചെയ്തതിന് ശേഷം നമ്മൾക്കിനി തയ്യാറാക്കിയ മുട്ട ഇതിനകത്തേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ ഈ പാല് ബ്രെഡിൽ മുക്കിയത് കൊണ്ട് തന്നെ ഇതിൻ്റെ അരികെല്ലാം പെട്ടെന്ന് ഒട്ടിക്കിട്ടും. 4 സൈഡും ഇതേപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇത് തീരെ ഗ്യാപ്പില്ലാത്ത രീതിയിലാക്കിയെടുക്കാം. പെട്ടെന്ന് തന്നെ ഇത് ശരിയായി കിട്ടും, കാരണം നമ്മൾ പാലിനകത്ത് മുക്കിയതുകൊണ്ട്. ഞാനിപ്പം ഇവിടെ ഈ ഒരു ഷേപ്പിലാണിത് തയ്യാറാക്കിയെടുക്കുന്നത്. ഇതേ ഷേപ്പിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കണമെന്നില്ല. വേണമെന്നുണ്ടെങ്കിൽ ഇത് ഉരുട്ടിയെടുക്കാം. ഏത് ഷേപ്പിലായാലും കുഴപ്പമില്ല. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ബ്രെഡ് ക്രംസ് കുറച്ചെടുത്ത് അതിനകത്തേക്ക് ഇത് മുക്കിക്കൊടുക്കാം. എല്ലാ സൈഡും ഇതേപോലെ മുക്കിയെടുക്കുക.
നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുത്ത ബ്രെഡ് ക്രംസ് ആണിത്. ഇതേപോലെ തന്നെ എല്ലാം നമ്മൾക്ക് ചെയ്തെടുക്കാം. എല്ലാം ചെയ്തതിന് ശേഷം നമ്മൾക്കിനി ഇത് ഫ്രൈ ചെയ്യാനുള്ള എണ്ണയും കൂടെ അടുപ്പത്ത് വയ്ക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫില്ലിംഗ് ബാക്കിയുണ്ടെങ്കിൽ അത് തന്നെയായിട്ട് നമ്മൾക്ക് ബ്രെഡിൽ ഇതേപോലെ വെച്ച് കൊടുക്കാം. ഇനി ഇത് ഇതേപോലെ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം. പിറ്റേ ദിവസം എടുത്ത് വറുത്താലും മതി. അങ്ങനെയാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയായിരിക്കും. ഞാനിവിടെ എണ്ണ വെച്ചതിന് ശേഷം അത് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. 2-3 എണ്ണം ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഓരോന്നായിട്ടും ഫ്രൈ ചെയ്യാം. ആദ്യമേ തന്നെ ഒരെണ്ണം ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾക്ക് മനസ്സിലാവും എണ്ണ നല്ലപോലെ ചൂടായിട്ടുണ്ടോ എന്നുള്ളത്. നല്ലപോലെ ചൂടായിട്ട് വേണം ഇത് ഇട്ട് കൊടുക്കാനായിട്ട്. അപ്പോഴാണ് ഇത് കറക്റ്റായിട്ട് മൊരിഞ്ഞ് കിട്ടുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇത് ഫ്രൈ ആയിട്ട് വരാൻ ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല. നമ്മൾ കട്ട്ലേറ്റൊക്കെ ഫ്രൈ ചെയ്യുന്ന ആ ഒരു രീതിയിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ ആദ്യം ഇട്ടത് ഏതാണ്ട് ബ്രൗൺ കളറായിട്ട് വരുന്നുണ്ട്. കുറച്ചും കൂടി ഒന്ന് ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മൾക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി വേറൊരു കാര്യമുള്ളത്, നിങ്ങൾക്ക് ഇതിൻ്റെ ഫില്ലിങ് ഏത് വേണമെങ്കിലും എടുക്കാം. ചിക്കൻ വേണമെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് വഴറ്റിയിട്ട് അങ്ങനെ വെച്ച് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വെജിറ്റബിൾസ് വേണമെങ്കിൽ അതും വഴറ്റിയിട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ആദ്യം ഇട്ട് കൊടുത്തത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ തന്നെ എല്ലാം നമ്മൾക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി അടുത്ത ട്രിപ്പിൽ ഞാനിവിടെ 2-3 എണ്ണം ഒരുമിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് മുട്ട ഫില്ലിംഗ് വെച്ചത് കൊണ്ടാണ് ഇത് വഴറ്റാതിരുന്നത്. നിങ്ങളിനി ചിക്കനാണ് വെക്കുന്നതെങ്കിൽ ആദ്യമേ തന്നെ ഉള്ളി വഴറ്റിയതിന് ശേഷം മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് വീണ്ടും വഴറ്റുക. അതിനുശേഷം ചിക്കൻ വേവിച്ചതും കൂടി ഇട്ട് എല്ലാം കൂടെ നല്ല പോലെ ഇളക്കിയെടുക്കുക. എന്നിട്ട് ആ ഫില്ലിംഗ് വേണമെങ്കിലും വെച്ച് കൊടുക്കാം. അതേപോലെ തന്നെ വെജിറ്റബിൾസ് ആണെങ്കിലും ഉള്ളിയൊക്കെ ഇട്ടൊന്ന് വഴറ്റിയതിന് ശേഷം വെച്ച് കൊടുക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. മുട്ടയാണെങ്കിൽ മാത്രമാണ് നമ്മൾക്ക് ഇതേപോലെ വഴറ്റാതെ വെച്ച് കൊടുക്കാൻ പറ്റുന്നത്. പെട്ടെന്നൊരു ഈവനിങ് സ്നാക്ക് വേണമെന്ന് തോന്നുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഇതിൻ്റെ സൈഡെല്ലാം നല്ല പോലെ സീലായിട്ട് വേണം നമ്മൾ ബ്രെഡ് ക്രംസിൽ മുക്കാനായിട്ട്. അപ്പോൾ ഇതിനകത്തേക്ക് തീരെ എണ്ണയൊന്നും കയറത്തില്ല. എണ്ണയിലിടുമ്പോൾ ഇത് പൊട്ടി വരത്തൂല്ല. ഇപ്പോൾ നമ്മളുടെ സ്നാക്കെല്ലാം ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി ഞാൻ ഇതിനകത്ത് നിന്ന് ഒരെണ്ണം എടുത്തൊന്ന് പൊട്ടിച്ച് കാണിക്കുന്നുണ്ട്. 2 സൈഡും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. തീരെ പൊട്ടി വന്നിട്ടൊന്നുമില്ല. എണ്ണ തീരെ കുടിക്കാത്തൊരു സ്നാക്കും കൂടിയാണിത്. ഇങ്ങനത്തെ സ്നാക്കുകളൊക്കെ നമ്മളെപ്പോഴും ചൂടോടെ തന്നെ കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. മുട്ട നമ്മൾ പുഴുങ്ങിയത് വെറുതെ വെച്ച് കൊടുക്കുന്നതിന് പകരം ഇതേപോലെ പൊടിയായിട്ട് അരിഞ്ഞ സവാളയും മല്ലിയിലയും ഇഞ്ചിയും പച്ചമുളകും കുരുമുളക് പൊടിയും ഉപ്പെല്ലാം ഇട്ട് ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ഫില്ലിങ്ങിന് ഉണ്ടായിരിക്കുക. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷനോടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. ഇനി ഫേസ്ബുക്കിൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ പേജ് ഫോളോയും ലൈക്കും കൂടെ ചെയ്യണേ. ഈ രീതിയിൽ ഈ സ്നാക്ക് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്